സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പിൻ്റെ പ്രചാരണത്തിന് ഇന്ന് സമാപനമായി. ഏതാണ്ട് 2 മാസം നീണ്ട വലിയൊരു പ്രചരണ കാലയളവാണ് ഇത്തവണ നമുക്ക് ലഭിച്ചത്. അതും കൊടും ചൂട്, ചില സ്ഥലങ്ങളിൽ വേനൽ മഴയും ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തെ ഒട്ടുമേ ബാധിച്ചില്ല. എടുത്തു പറയേണ്ടത് വലിയ സംഘർഷങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ലാതെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണകാലം, അതും ഇത്രയും ദീർഘമായ ഒരു പ്രചരണകാലം കടന്നുപോയി എന്നുള്ളതാണ്. ഏതാണ്ട് ഫെബ്രുവരി അവസാനത്തോടു കൂടി CPM അടക്കമുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPM ഉം CPI എല്ലാം. അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവ് അവർക്ക് പ്രചരണത്തിനായി കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ, പ്രത്യാരോപണങ്ങൾ ഒക്കെ അല്ലാതെ, കായികമായ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. ഇന്ന് കലാശക്കൊട്ടിനിടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. കലാശക്കൊട്ട് സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാനമായി. അത്യന്തം ആവേശകരമായിട്ടുള്ള കലാശക്കൊട്ടാണ് സംസ്ഥാനത്ത് എമ്പാടും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുന്നണി പ്രവർത്തകരും അതുപോലെ സ്ഥാനാർത്ഥികളും എല്ലാ സ്ഥലങ്ങളിലും വളരെ ആവേശത്തോടെ ഈ കലാശക്കൊട്ടിൽ പങ്കെടുത്തു. അണികളുടെ ആത്മവിശ്വാസവും നേതാക്കളുടെ ആത്മധൈര്യവും വർദ്ധിപ്പിക്കുന്നതായിരുന്നു കൊട്ടിക്കലാശം. തികച്ചും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ഇത്തവണ ഉണ്ടായത്. സംഘർഷമില്ലാതെ സാഹോദര്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതേസമയം എടുത്തു പറയേണ്ടത് വടകരയിൽ ഉണ്ടായത് സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അതിന് എത്ര ന്യായീകരണവുമായി ഷാഫി പറമ്പിലും അവിടുത്തെ UDFും രംഗത്ത് വന്നാലും അവിടെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ കേരളീയ സമൂഹത്തിനുണ്ട്. അവിടെ എന്താണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. KK ശൈലജ എന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് അവിടെ സൈബർ കോൺഗ്രസ്സുകാർ ആക്രമിച്ചത്. അവർക്കെതിരെ അതിനീചമായ പ്രചരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് അഴിച്ചുവിട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മാറ്റി നിർത്തിയാൽ താരതമ്യേന അന്തസ്സാർന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ LDF UDF പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥാനങ്ങളിലും 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വളരെ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത്രയധികം ചൂടും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണികൾ ഇത്രയധികം ആവേശത്തോടു കൂടി രംഗത്തിറങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് അത്രമാത്രം ആവേശമൊന്നും ഉണ്ടായതായി കാണുന്നില്ല. നല്ല രീതിയിൽ പൈസ ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് അണികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഇഷ്ടമുള്ള നേതാക്കളായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണെങ്കിൽ O രാജഗോപാലായാലും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായി BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൃദയമർദ്ദം ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ 2-3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇറക്കുമതിയും അതുപോലെ തന്നെ പുതിയ ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് സമ്പത്തിൻ്റെയൊക്കെ ബലത്തിൽ മത്സരിക്കാം എന്നുള്ള ചിന്തയിൽ ഇറങ്ങി പുറപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. അവരോട് അതിൻ്റെ അണികൾക്ക് കാര്യമായി വലിയ പ്രതിപത്തിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പല വീടുകളിലും BJPയുടെ അടക്കം ലഘുലേഖയോ അഭ്യർത്ഥനയോ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ. അതേസമയം ടൗണുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ കട്ടൗട്ടും ബോർഡിങ്ങും ഒക്കെ കാണാൻ കഴിയും. അതിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധാരണക്കാർക്കിടയിൽ പന്ന്യൻ രവീന്ദ്രൻ എന്ന LDFൻ്റെ സ്ഥാനാർത്ഥി വലിയ തോതിൽ സ്വീകാര്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തങ്ങൾക്ക് പ്രാപ്യനായ ഒരു സ്ഥാനാർത്ഥി ആണ് പന്ന്യൻ രവീന്ദ്രൻ. മറ്റ് 2 പേരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയില്ല എന്നൊരു ചിന്ത സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് വലിയ തോതിൽ LDFൻ്റെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്.